ഇന്ന് പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ എത്താനുള്ള സാധ്യത കുറവാണ്. കാരണം മൃതദേഹം ഇപ്പോഴും ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് മറ്റന്നാൾ മാത്രമായിരിക്കും മൃതദേഹം ഈ വീട്ടിലേക്കും അതിനുശേഷം പാർട്ടി ഓഫീസിലേക്കും കൊണ്ടുവരുന്നത്. പക്ഷേ നിലവിലിപ്പോൾ CPM-ൻ്റെ ഈ ഡൽഹിയിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ AKG ഭവനിലുണ്ട്. പ്രകാശ് കരാട്ട് ആശുപത്രിയിൽ ആയിരുന്നു. അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. പിന്നീട് വന്ന സുഭാഷിണി അലി, അതുപോലെ തന്നെ നേരത്തെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന MA ബേബി, അതുപോലെ A വിജയരാഘവൻ തുടങ്ങിയ പല നേതാക്കളും ഇവിടെ തന്നെ ഉണ്ട്. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയും ഈ മറ്റന്നാളത്തെ ചടങ്ങുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ AKG ഭവനിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മറ്റ് നേതാക്കൾ, അതായത് CPI-യുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും CPI ദേശീയ എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് അംഗവുമായ ആനി രാജ എന്നിവർ മാത്രമാണ് ഇവിടെ ഇതുവരെ എത്തിച്ചേർന്നിരുന്നത്. കൂടുതൽ നേതാക്കളൊക്കെ മറ്റന്നാളും നാളെയൊക്കെ എത്താനാണ് സാധ്യത. നേരത്തെ ആമുഖത്തിലായി പറഞ്ഞതുപോലെ തന്നെ CPM-ൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകരൊക്കെ ആയിട്ട് ഏറ്റവും അധികം സൗഹൃദം കാത്തു സംരക്ഷിച്ചിരുന്ന നേതാവാണ് യെച്ചൂരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ CPM-ൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കൾക്കെതിരെ ഏതെങ്കിലും വാർത്തകളൊക്കെ വരുമ്പോൾ അവർ പിന്നീട് ആ മാധ്യമപ്രവർത്തകരെയൊക്കെ കൃത്യമായ അകലം പാലിക്കുകയും അവരോടൊക്കെ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. പക്ഷേ യെച്ചൂരിക്ക് അങ്ങനെ ഒരു സ്വഭാവം അദ്ദേഹം ഒരിക്കലും പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഒക്കെ എക്കാലത്തും വലിയ ഒരു സൗഹൃദമായിരുന്നു സൂക്ഷിച്ചിരുന്നത്. കേരളത്തിലെ ഈ വിഭാഗീയത, പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിൽ 2005 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി, കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ വളരെ നിർണായക പങ്കായിരുന്നു യെച്ചൂരിക്ക് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ യെച്ചൂരിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ CPM-ൻ്റെ അന്നത്തെ ഈ ആ പ്രതിസന്ധിയിൽ മറ്റ് പലതും, അതായത് ആ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. അന്ന് രണ്ട് വിഭാഗങ്ങളായി നിന്നിരുന്നതിൽ ഒരു വിഭാഗത്തിലുണ്ടായിരുന്ന VS അച്യുതാനന്ദനുമായ ആത്മബന്ധമായിരുന്നു യെച്ചൂരിക്ക് ഉണ്ടായിരുന്നത്. VS-നെ ഈ പാർട്ടിക്കൊപ്പം, അതല്ലെങ്കിൽ പാർട്ടി ലൈനിനോടൊപ്പം നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന നേതാവാണ് യെച്ചൂരി. എൻ്റെ ഓർമ്മയിൽ തന്നെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്നാണ് VS അച്യുതാനന്ദൻ ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് അന്ന് പോയത്. പിന്നീട് VS-ൻ്റെ ആ ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനം ഉണ്ടാകുകയും ആ അച്ചടക്ക ലംഘനത്തിന് ശേഷം, അതായത് VS-നെതിരെ കടുത്ത നടപടി വേണമെന്ന് CPM പോളിറ്റ് ബ്യൂറോയിലെ മറ്റു പല നേതാക്കൾക്കും നിലപാടുണ്ടായിരുന്നപ്പോൾ പോലും VS-നെ പാർട്ടിക്കൊപ്പം നിർത്തണമെന്ന ഒരു നിലപാടായിരുന്നു യെച്ചൂരി സ്വീകരിച്ചിരുന്നത്. തിരിച്ച് VS അച്യുതാനന്ദൻ അന്ന് തിരുവനന്തപുരത്ത് നടത്തേണ്ടിയിരുന്ന ഒരു വലിയ വാർത്താ സമ്മേളനം, അദ്ദേഹം ഈ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് പുന്നപ്രയിലുള്ള വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുകയും തിരുവനന്തപുരത്ത് വിളിച്ചു ചേരാൻ ഉദ്ദേശിച്ചിരുന്ന വാർത്താ സമ്മേളനം അത് അവസാന നിമിഷം ഒരു വാർത്താക്കുറിപ്പായി മാറ്റുന്നതിൽ യെച്ചൂരിയുടെ പങ്ക് വളരെ നിർണായകമാണ്. ഈ CPM-ൻ്റെ കേരളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഈ വിഭാഗീയതയിൽ യെച്ചൂരി സ്വീകരിച്ചിരുന്ന നിലപാട്, അല്ലെങ്കിൽ യെച്ചൂരിയുടെ ഇടപെടലുകളാണ് ഒരുപക്ഷെ പാർട്ടിയെ ഒരു പിളർപ്പിൻ്റെ വക്കിൽ നിന്ന് പോലും രക്ഷിച്ചതെന്ന് വേണം പറയാൻ വേണ്ടി കഴിയുന്നത്. അത്രയ്ക്ക് ഈ രണ്ട് വിഭാഗം നേതാക്കളുമായും അത്രയ്ക്കൊരു ആത്മബന്ധമായിരുന്നു യെച്ചൂരിക്ക് ഉണ്ടായിരുന്നത്. യെച്ചൂരിയെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും അക്സസിബിൾ ആയിട്ടുള്ളൊരു CPM നേതാവ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയം മുമ്പ് ആനി രാജയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആനി രാജ പറഞ്ഞത്, ഏത് പ്രശ്നം, അതായത് ഒരു പ്രതിസന്ധി എങ്കിൽ ഉണ്ട് എന്നറിഞ്ഞാൽ കേരളത്തിലെ പോലും വിഷയങ്ങളിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യെച്ചൂരിയുടെ ഭാഗത്തു നിന്നൊരു ഒരു ഇടപെടൽ, അല്ലെങ്കിൽ യെച്ചൂരിയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയെങ്കിലും ഉണ്ടാകാറുണ്ടായിരുന്നു. അത്രയ്ക്ക് ഒരു അക്സസിബിൾ ആയിട്ടുള്ളൊരു നേതാവായാണ് പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതിനൊക്കെ പുറമേ ഈ യെച്ചൂരിയുടെ വിമർശകരൊക്കെ പറയുന്നത്, അദ്ദേഹം ഏതെങ്കിലും ഒരു സംസ്ഥാന ഘടകത്തിൽ നിന്നുമല്ല വന്നിട്ടുള്ളത്. അദ്ദേഹം ക്യാമ്പസിൽ നിന്ന് നേരിട്ട് CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക്, കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും പിന്നെ പോളിറ്റ് ബ്യൂറോയിലേക്കും എത്തിയ നേതാവെന്നൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് ചില വിമർശനാത്മകമായി പറയാറുണ്ട്. പക്ഷേ ഇന്നും പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും ജനകീയനായ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏക ഉത്തരം സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹത്തിൻ്റെ വിടവ് ദേശീയ രാഷ്ട്രീയത്തിൽ എന്ന് മാത്രമല്ല CPM രാഷ്ട്രീയത്തിൽ പോലും നികത്താനാകാത്തൊരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.